ഹായ് പറയ്. ഹായ് ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ജേണി രശ്മി. നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരം സൂയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഇവിടുത്തെ ഒരുപാട് കാഴ്ചകളിലേക്കൊക്കെയാണ് നമ്മളുടെ വീഡിയോ ഇന്ന് പോകുന്നത്. നമ്മളിന്ന് ഒരു ഗ്യാങ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാവരെയും വഴിയെ പരിചയപ്പെടുത്താം. ഇനി തുടർന്നുള്ള വീഡിയോയിലും കുറച്ചൊക്കെ ഉണ്ടാവും എല്ലാവരും. അപ്പോൾ ഇവിടുത്തെ അടിപൊളി കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ നമുക്കൊന്ന് പോകാം. ഞങ്ങളുടെ കേസ് കൈകാര്യം സിംഹം കടുവ എന്നൊക്കെ പറഞ്ഞ ബോർഡ് ഉണ്ടല്ലോ, സാധനമൊക്കെ ഇവിടെ. ഒരു ഫോട്ടോ ചംച്ചു പേടിച്ചു പോയാ ടൈഗറിനെ കണ്ടോന്ന് പറഞ്ഞിട്ട്. ടൈഗർ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നാ ചോദിച്ചത്. ഉറങ്ങാനുള്ള അതിന്റെ തയ്യാറെടുപ്പില്ല. ഇത്രയും പേര് ഒച്ച എടുത്തിട്ടൊന്നും അതിനൊരു കുഴപ്പമില്ല, നല്ല ഉറക്കമാണ്. അയാള് ചത്ത പോലെ കിടക്കുന്ന. കാണിച്ചു കൊടുക്കണോട്ടോ. വന്നിട്ടേ ഞങ്ങള് സ്നേഹിക്കിനെ കാണാൻ പോവാണ്. ഇത് സർപ്പക്കാവിലും കഷ്ടമായിട്ടാണ് ഇട്ടേക്കണ. ആണോ? ഈശ്വര. അപ്പോഴേ നമ്മള് പാമ്പിനെയൊക്കെ കാണാൻ സ്നേഹിക്കിന്റെ മ്യൂസിയത്തിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ക്യാമറ അലൗഡ് അല്ലെന്ന് പറഞ്ഞു. സ്റ്റില്ല് പോലും അലൗഡ് അല്ലായിരുന്നു. സോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ പുറത്ത് വശത്താട്ടോ ഇപ്പൊ വന്ന് വെക്കണേ. അപ്പം ഇത്രയും നിവൃത്തിയുള്ളൂ വെച്ചിട്ടുണ്ട്. കമ്പൽസറി ആയിട്ട് ഒന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഡൈനോസറിനെ കണ്ടല്ലോ. കണ്ടതല്ലേ? ഡൈനോസറാ ഇല്ലല്ലേ? ആ അയ്യോ, ഞാന് മറ്റേ ഹിപ്പോപ്പൊട്ടാമസിനെ മനസ്സിൽ ഓർക്കണത് ആ സമയത്ത്. ഇതിനകത്ത് തന്നെ ദിനോസറിന്റെ 3D ഷോ നടക്കുന്ന തിയേറ്റർ ഉണ്ട്. ½ ആണ്. AC-യുടെ അകത്തിരുന്ന് ഒന്ന് റിലാക്സ് ആകാനും നല്ലൊരു ഷോയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെയും കാഴ്ചകളുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ബട്ടർഫ്ലൈ പാർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ വീഡിയോയിലേക്ക് സൂം ചെയ്യാനൊന്നും കിട്ടണില്ല. എല്ലാം ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഒത്തിരി ക്ഷമയോടെ നോക്കിയാൽ ചിലപ്പോൾ ഒത്തിരി കാണാൻ പറ്റുമായിരിക്കും ബട്ടർഫ്ലൈസിലേക്ക്. ഇവിടെ ബോർഡ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇവിടെ മാത്രമേ ഉള്ളൂ. ഫുള്ളങ്ങനെയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നല്ലേ. ഇതേ അണ്ണാൻ്റെ അത് ഇതിൽ പെട്ടതല്ല, സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതാണ്. ഇതേപോലും ഉണ്ട് കേട്ടോ, പറക്കണുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്ലേ.
അങ്ങനെ ഞങ്ങൾ നടന്ന് ഇതാ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ മുന്നിലെത്തി. ഇത് കാണുമ്പോൾ എനിക്കും തോന്നി നിങ്ങൾക്കും തോന്നും ഓ എന്തൊരു ബോറൊന്ന്. അങ്ങനെ ഒന്നുമല്ല, ഇതിനകത്തേക്ക് വാ, വേറെ ലെവലാണ്. ഈ ഇരിക്കുന്നത് ഞാൻ ഒരുപാട് പറഞ്ഞ് കേട്ട് മാത്രം പരിചയമുള്ള നേരെ കാണുന്ന തിമിംഗലത്തിൻ്റെ താടിയല്ലാണ് ഈ ഇരിക്കുന്നത്. ഇത് ഞാൻ ചെറുതിലേ തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നേരെ കാണാൻ പറ്റിയത് ഇപ്പോഴാട്ടോ. ഭയങ്കര ഒരു എന്താ പറയാന്ന് എനിക്കറിയില്ല. കേട്ട കാര്യങ്ങൾ നേരെ കാണുമ്പോൾ കൈവച്ച് നോക്കാണ്ട് ശരിക്കൊരു വുഡൻ പാനലിൽ കൈവച്ച പോലെയുള്ള ഫീല് കാണാനും അങ്ങനെ തന്നെ. എൻ്റെ കൈ വയ്ക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഒരു ആനയുടെ സ്കെൽറ്റണും പിന്നെ അതിൻ്റെ ഫൂട്ട് പിന്നെ പല്ലുകൾ അങ്ങനെ എല്ലാ പാർട്സും ഒരു ആനയുടെ ഒരു സ്ട്രക്ചറാണ് കേട്ടോ സ്കെൽറ്റൺ. അതാണ് ഈ കാണുന്നത്. ഒറിജിനൽ ഒരു ആനയുടേതാണിത്. പിന്നെ ആനയ്ക്ക് എത്രയാണ് അവർ പറഞ്ഞായിരുന്നു 6 പ്രാവശ്യം എങ്ങാനും പല്ല് പോയി വരുമെന്ന്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ, അവർ പറഞ്ഞായിരുന്നു. പിന്നെ ഈ കാണുന്നില്ലേ, ഇത് കണ്ടാൽ നിങ്ങൾക്കൊരു പഴുതാരനൊക്കെ പോലെ തോന്നുന്നുണ്ട്. എനിക്കും അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ പഴുതാരൊക്കെ ഒരു 1.5 നീളമാണ്, തീരുന്നില്ല. കണ്ടാലും സംഭവം വേറെ ലെവലാണ് കേട്ടോ. കോബ്രയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്കെൽറ്റൺ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇങ്ങനെ കാണുമ്പോൾ തന്നെ പേടിയാവും. അപ്പോൾ പിന്നെ ഒറിജിനൽ കണ്ടാൽ എങ്ങനെയായിരിക്കും അല്ലേ? പിന്നെ വേറെയൊക്കെ ഇവിടെ ചുരുട്ടിയും വളഞ്ഞൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഒരുപാട് റെപ്റ്റൈൽസ് ഉണ്ട്. പിന്നെ നമ്മളുടെ തന്നെ സ്കെൽറ്റൺ അതുണ്ടാകാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുണ്ട്. അതുകൂടാതെ എല്ലാ ആനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയും ഒക്കെ സ്കെൽറ്റൺ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്കിതിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല ഇത് എന്തിൻ്റെയാണ് എന്നൊരു ക്യൂരിയോസിറ്റി വരും. പക്ഷേ ഇതാക്കണ്ട, അതിൻ്റെ നേരെ മുകളിലായിട്ട് അതിൻ്റെ പിക്ചറും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാണാനും ചെയ്യാം, വായിക്കുകയും ചെയ്യാം, അറിയുകയും ചെയ്യാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നമുക്ക് ജിജ്ഞാസ ക്യൂരിയോസിറ്റിയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് അറിവും കാഴ്ചയുടെ കൗതുകങ്ങളും വലിയവർക്ക് ഒരുപോലെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ശരിക്കും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പം ഇതൊക്കെ നല്ല കാഴ്ചകളാണ്, അനുഭവങ്ങളാണ്. പഠിക്കാനും അറിയാനും പിന്നെ കൗതുകങ്ങളും എല്ലാം കൂടി നിറഞ്ഞ എല്ലാം ഒരു റൂമിനടിയിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം നമുക്ക് അവൈലബിൾ ആവും, കാണാനും കേൾക്കാനും ഒക്കെ. അങ്ങനെ എല്ലാ മൃഗങ്ങളുടെയും ഉണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻജോയ് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് ഇനി ബോറടിച്ചാലോ എന്നോർത്ത് ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്തു. പിന്നെ കുറേ ബേഡ്സിനെയൊക്കെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാത്തരം ബേഡ്സിനെ കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പക്ഷികളോടൊക്കെ ഇങ്ങനെ ഭയങ്കര സ്റ്റഡിയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചാകരയെന്ന് പറയാം ഇവിടെ. പിന്നെ ഇവിടെ മൃഗങ്ങളുടെയൊക്കെ ഒരു കാടിൻ്റെ ഒരു എന്താ പറയുക സെറ്റിട്ട പോലെ അങ്ങനെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. നമുക്കും അതെ, വലിയവർക്കും ഇതിങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക നമ്മളിങ്ങനെ കുറച്ച് നേരം നിന്ന് നോക്കും കേട്ടോ. ലൈറ്റിങ്ങും ആ ഒരു ഇതൊക്കെ നമുക്കിങ്ങനെ ഒറിജിനൽ കാടിനകത്ത് കയറി ഇതേപോലെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്കത് നേരെ കാണുന്നൊരു അനുഭവം പോലെ ഈ ഒരു കാഴ്ച നമുക്ക് ഒരു അനുഭവം തരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമായി ഈ ഒരു ലൈറ്റിങ്ങും ഈ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നല്ലൊരു ഒറിജിനലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലെയും കോസ്റ്റ്യൂംസ്, ഡ്രസ്സിൻ്റെ ഓരോ വെറൈറ്റീസാണ് കേട്ടോ. ഇത്രയേറെ വെറൈറ്റീസ് ഡ്രസ്സുകളുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നാൽ ഇത്രയും വെറൈറ്റി ഡ്രസ്സുകൾ, ഇത്രയും ട്രഡീഷണൽ ഡ്രസ്സുകൾ നമ്മുടെ ഇന്ത്യയുടെ അകത്ത് തന്നെ, ഒരു രാജ്യത്തിനകത്ത് തന്നെ ഇത്ര വെറൈറ്റി നമ്മുടെ കേരളത്തിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്റ്റേറ്റിൻ്റെയും ഓരോ കൾച്ചറാണ് കേട്ടോ. നമ്മുടെ കേരള സാരി സെറ്റുമുണ്ട്, നീലക്കരയൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടോ. അങ്ങനെ അതിൻ്റെതായ ഓർണമെൻറ്റ്സ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൻ്റെതായ തനതായ ഡ്രസ്സിങ് സ്റ്റൈൽ ആൻഡ് ഓർണമെൻറ്റ്സ്. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര നല്ലതാണ്, പഠിക്കാനും കണ്ടറിഞ്ഞ് പഠിക്കാൻ പറ്റുമല്ലോ. പിന്നെ നമുക്കിത് കാണുമ്പോഴും ഭയങ്കര രസമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നേരം ഇതൊരു ഒരൊറ്റൊരു ടേബിൾ ടോപ്പിനകത്ത് നമുക്കെല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വെർത്തല്ലേ. ശരിക്കും നല്ലൊരു എഫേർട്ട് ഉണ്ടാവും ഇതൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ക്യൂട്ടായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കേരളത്തിൻ്റേതായ കഥകളി അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ കുറേ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടാൽ നല്ല ഉപ്പിലിട്ട് വെച്ച പോലെയൊക്കെ തോന്നും. പാമ്പുകളാണ്. പല വെറൈറ്റീസ് ഇങ്ങനെ
മരുന്ന് വെള്ളത്തിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. അതിൻ്റെ കാഴ്ച ഇങ്ങനെ ഒത്തിരി ഉണ്ട്. ഇത് എന്താ പറയുക, കാണുമ്പോൾ എന്തൊക്കെയോ തോന്നും നമുക്ക്. ഇത് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ കുഞ്ഞാണ് കേട്ടോ. നല്ല രസം തോന്നുന്നു കേട്ടോ, നല്ല ക്യൂട്ടായിട്ട് തോന്നി എനിക്ക്. ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ഞാനിതെല്ലാം കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എങ്ങാനും ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നേരിൽ വന്നാൽ വളരെയധികം എൻജോയ് ചെയ്യാം. ഒരുപാട് പേര് വന്ന് കണ്ടിട്ടുണ്ടാവും. എന്നാലും കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെയും വരാനുള്ളൊരു കുട്ടികളൊക്കെ ആയിട്ട് വന്നൊരു ഡേ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇന്നത്തെ ഒരു ഡേ. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഇതാ ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ. ബൈ. ശംഷു ബൈ പറ. ശംഷു ബൈ പറ. നന്നായി കൊടുത്തേക്ക ശംഷു. പറഞ്ഞോ ബൈ പറ. ലൈക്ക് ചെയ്യാൻ പറ. ലൈക്ക് ചെയ്യാൻ പറ. പ്ലീസ് ലൈക്ക് പറ. അത് പറയില്ല. അപ്പോൾ ഓക്കെ, ഇനി സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.